ഹലോ. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ ഞാൻ ബലിയിടുന്നതാണ് കാണിച്ചു തരുന്നത് അല്ലേ. അത് ഞങ്ങളുടെ മുത്തശ്ശൻ്റെ മരിച്ച ദിവസമായിരുന്നു. അപ്പം നമ്മുടെ അടുത്ത ഒരു കൽപ്പാത്തി അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ പോയിട്ട് ഇവരിങ്ങനെ ബലിയിടണതാണ് കേട്ടോ. ഇങ്ങനെ ബലിയൊക്കെ രാവിലെ കാലത്ത് തന്നെ പോയിട്ട് ബലിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ താത്തൻ എന്നാണ് പറയുക. താത്തന് ഇഷ്ടമുള്ള വട, ബജി, ബോണ്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇലയിൽ വെക്കുകയാണ് കേട്ടോ. ഈ ഇലയിൽ എല്ലാവരും വയ്ക്കും ഇഷ്ടമുള്ള സാധനങ്ങൾ. എത്ര പേരുണ്ടോ അവർ ഓരോ സാധനങ്ങളായിട്ടാണ് ആ ഇലയിൽ വയ്ക്കുക. അങ്ങനെയാണ് നമ്മുടെ അവിടെ ചെയ്യാറ്. ഇപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ നിലയുടെ ഊഴാണ്, പവളതി അവിയലാണ് വെക്കണത് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലല്ല, ഇത് ഒരു ചെറിയച്ഛൻ്റെ വീട്ടിലാണ് നമ്മൾ ഈ പൂജ ചെയ്യണത്. അപ്പം അത് ഞങ്ങളവിടെ പോയി നിലയ്ക്ക് എക്സാം ആയിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് നിലേനെ വിളിച്ചിട്ട് നമ്മൾ ആ വീട്ടിൽ പോയി. എന്നിട്ട് എല്ലാം വെച്ച് പൂജയൊക്കെ കഴിച്ച് എല്ലാവരും എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ചോറ് ഇട്ട് പിന്നെ അതിന് കുറച്ച് നേരം നമ്മളെല്ലാം ഇട്ടതിന് ശേഷം കതവൊക്കെ അടച്ചിടും. അങ്ങനത്തെ ഒരു എല്ലാവരുടെയും ഉണ്ടാവുമായിരിക്കും, എന്നാലും കതവൊക്കെ അടച്ചിട്ട് കതവടയ്ക്കുന്നുണ്ടാവും. കതവടച്ചിട്ട് പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ കാക്കിക്ക് വയ്ക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നീല വീട്ടിലെത്തി എന്നാണ് ഈ പറയണത്. അവളാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. തല മാത്രമേ കാണിക്കണുള്ളൂ, എല്ലാം കാണിക്കാൻ പറഞ്ഞാൽ തല മാത്രം കാണിക്കണുള്ളൂ. അപ്പോൾ കാർത്തികയൊക്കെ അല്ലേ, കാർത്തിക ആയതുകൊണ്ട് ഇതേ അമ്മ അവിടെ മിറ്റമൊക്കെ അടിച്ച് വാരി കോലമൊക്കെ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നല്ലപോലെ കോലം ഇടും കേട്ടോ, നല്ല വലിയ കോലമൊക്കെ ഇടും. പക്ഷെ ഞങ്ങൾ പോയി വന്നതേ വൈകിപ്പോയി. അപ്പോൾ ഒരു ചെറിയ കോലത്തിൽ ഒതുക്കാമെന്ന് വെച്ച് വേഗം കോലമൊക്കെ ഇട്ട് അമ്മ ദേ അവിടെയൊക്കെ കോലമൊക്കെ ഇടുമ്പോഴേക്കും ഞാൻ വേഗം തിരി എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ടിട്ട് പ്ലേറ്റിലൊക്കെ ആക്കി സെറ്റാക്കി വെക്കണം. 6:15 അപ്പോൾ തന്നെ നമ്മൾ വേഗം വിളക്ക് കൊളുത്തിയിട്ട് പിന്നെ ആ ചിരാതിലൊക്കെ കാർത്തിക വിളക്കിലൊക്കെ ഇങ്ങനെ വിളക്ക് കൊളുത്തി നിലേനെ കൊണ്ടാണ് വെപ്പിക്കണത്. നില അങ്ങനെ പതുക്കെ കൈപൊള്ളനുണ്ടെങ്കിലും പതുക്കെ അവൾക്ക് ഇഷ്ടമാണ് വെക്കാൻ. വളരെ പതുക്കെ ഓരോന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെ എല്ലാ വിളക്കും വെച്ച് കണ്ട നമ്മൾ കോലിട്ടിട്ടുണ്ടാവും. നല്ല രസമല്ലേ, ആ വിളക്കിൽ കൊല്ലങ്ങനെ നല്ല രസമുണ്ടാവും. പിന്നെ അങ്ങനെ എല്ലാ വീടിന് ചുറ്റും വെച്ച് പിന്നെ ചെറുതായിട്ട് മഴ ചാറുന്നതുകൊണ്ട് നമ്മൾ മേലെയൊന്നും വയ്ക്കാൻ പോയില്ല, താഴെ മാത്രമേ വെച്ചുള്ളൂ. വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കും കേട്ടോ. വീടിൻ്റെ ഉള്ളിൽ അടുക്കളത്തിട്ടിൽ ഡോറിൻ്റെ സൈഡിൽ അങ്ങനെയൊക്കെ കുറേ വിളക്ക് ഇങ്ങനെ വെക്കും വീട്ടിൻ്റെ ഉള്ളിൽ. അപ്പം ഇങ്ങനെ പോണ വഴിക്ക് അമ്മതേ പിന്നെയും വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരിക. അവിടെ നീല എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ എന്തൊക്കെയോ കോപ്പറേറ്റ് കാണിക്കുന്നുണ്ട്. ഹായ് പറയാൻ പറഞ്ഞപ്പോൾ കണ്ടോ, ഹായ് അവൾക്കറിയാം വീഡിയോ എടുക്കുന്നുണ്ടെന്ന്, എന്നാലും കാണാത്ത പോലെ നിൽക്കുക പോയിട്ട്. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വെച്ചു, എല്ലാവിടെയും വെച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ഇലക്ഷൻ്റെ തിരക്കൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് ആൾക്കാരൊക്കെ വന്നു. ലൈറ്റ് ഇടാനും നിവർത്തിയില്ല, വീഡിയോ എടുക്കണോണ്ട് ലൈറ്റ് കിട്ടില്ല. അപ്പോൾ അവർ പുറത്ത് നിന്ന് സംസാരിച്ചിട്ട് പോയി. അങ്ങനെ എല്ലാ വീഡിയോ ഒക്കെ കണ്ട് എല്ലാ വിളക്കൊക്കെ വെച്ച് പിന്നെ ദൈവത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നു 2-3 ചിരാതൊക്കെ. ഇത് ഒരു വിളക്ക് പോലെ തന്നെ കണ്ടോ, അതും ഒരു കാർത്തിക വിളക്കാണ് കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിലയ്ക്ക് നാളെ എക്സാമാണ്, അവളെ പഠിക്കാനായിട്ട്. പിന്നെ ഇത്രയുള്ളൂ.